ശ്രീകുട്ടനെ സ്കൂളിലേക്ക് വിട്ടിട്ട് കാലാവസ്ഥ ശരിയല്ല എന്ന് തോന്നിയപ്പോൾ വെറുതെ ഒന്ന് ബെഡിൽ പോയി ഇരുന്നതേ എനിക്ക് ഓർമ്മയുള്ളൂ കേട്ടോ. പിന്നെ ഞാനൊരു അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് എണീറ്റ് വന്നത്. അപ്പം എൻ്റെ ഒരു ഉഗ്രം മഴയോട് കൂടിയിട്ടൊക്കെയുള്ള കാലാവസ്ഥ. എന്നാൽ പിന്നെ ഇന്ന് കാലത്ത് നല്ല പുട്ടും പഴമൊക്കെ ആവാമെന്ന് വിചാരിച്ചു. എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നത് ശ്രീയാണ് കേട്ടോ. കഴിഞ്ഞ ദിവസം നമ്മുടെ വാഴയിലത്തെ വാഴക്കൊലകളൊക്കെ പഴുത്തിങ്ങോട്ട് പോന്നപ്പോൾ അതിന് 2-3 മാറ്റി വെച്ചതാണ് കേട്ടോ ഇന്ന് നമ്മുടെ പഴം പുഴുങ്ങിയതായിട്ട് വന്നിട്ടുള്ളത്. ഞാനെപ്പോഴും ശർക്കര ഇട്ടിട്ടാണ് പുഴുങ്ങാറ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാലോ. അങ്ങനെ ഒരു ചിക്കൻ ഒന്ന് ഗ്രില്ല് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അത് സലാഡിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഞാൻ ആദ്യം ഒന്ന് ചൂടാക്കും നമ്മുടെ പാനിൽ വെച്ചിട്ട്, പിന്നെ നമ്മുടെ ഓവനിൽ വെച്ചൊന്ന് ജസ്റ്റ് ഒന്ന് ഗ്രില്ല് ചെയ്ത് എടുക്കുകയാണ് ചെയ്യാറുള്ളത്. പുട്ട് എപ്പോഴും നമ്മുടെ ഇവിടെ പുല്ലിൻ്റെ പുട്ട് തന്നെയാണ് കേട്ടോ, നമ്മുടെ റാഗി പുട്ട് തന്നെയാണ് ചലാകിയായിട്ട് പോകാറുള്ളത്. പിന്നെ നമ്മുടെ ഓട്സിൻ്റെ പുട്ടും ഉണ്ടാക്കാറുണ്ട് നമ്മൾ. കാലത്ത് ഇത് കഴിച്ചാൽ നല്ല ഫീലിങ്സ് ആണ്. ഉച്ച വരെ പിന്നെ വേറെ ഒന്നും കഴിക്കേണ്ട ആവശ്യമില്ല, എങ്കിലും നമ്മൾ അതിൻ്റെ ഇടയിൽ സലാഡൊക്കെ കഴിക്കുന്നു മാത്രം. അപ്പോൾ പുട്ട് നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്, അതോടൊപ്പം തന്നെ സലാഡ് കേട്ടോ. സലാഡ് പല ദിവസങ്ങളിലും പല രീതികളിലാണ് റെസിപ്പികൾ പുറത്ത് വരാറുള്ളത്. നമ്മുടെ ഇൻസ്റ്റാഗ്രാം നോക്കിയിട്ടും അതുപോലെ തന്നെ കുറേ ചേട്ടന്മാരെ ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പീസൊക്കെ ഇപ്പോൾ ഷെയർ ചെയ്യുന്നുണ്ടല്ലോ, അതൊക്കെ നോക്കിയിട്ട് ഞാൻ ട്രൈ ചെയ്യാറുണ്ട് കേട്ടോ. കാരണം എനിക്ക് സലാഡ് എങ്ങനെ ഉണ്ടാക്കി തന്നാലും ഞാൻ കഴിക്കും. പിന്നെ ഉണ്ടാക്കി തരാനായിട്ട് അദൃശ്യ കരങ്ങളൊന്നും ഇല്ലാത്ത കാരണം കൊണ്ട് നമ്മൾ തന്നെ ഉണ്ടാക്കണം എന്ന് മാത്രം. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ക്യാരറ്റും അതുപോലെ തന്നെ കുക്കുംബറൊക്കെ അരിഞ്ഞു വെച്ചിട്ടുള്ള സാധാരണ ചിക്കൻ ഗ്രില്ല് ചെയ്തിട്ടുണ്ടല്ലോ, അതും കൂടി ഇട്ടിട്ടുള്ള ഒരു സാധാരണ സലാഡാണ് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ യോഗട്ടും അതിൽ ഉപ്പും പിന്നെ കുറച്ച് കുരുമുളകും കൂടി ഇട്ടിട്ട് നന്നായിട്ട് തിരുമ്മിയിട്ടുണ്ടെങ്കിൽ നല്ല ക്രീമി ആയിട്ടുള്ള സാധാരണ ഒരു സലാഡ് കിട്ടും. അപ്പോൾ ഈ ഒരു അര കഷ്ണം പുട്ടും അതോടൊപ്പം തന്നെ ഒരു നമ്മുടെ ഈ ഒരു പഴം പുഴുങ്ങിയതും പിന്നെ ധാരാളം സലാഡും, അതാണ് എൻ്റെ റെസിപ്പി എന്ന് പറയുന്നത്. ചിക്കൻ ഇതുപോലെ ആക്കിയിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിൽ മറ്റേ ആ ഒരു മീറ്റ് മാത്രം എടുത്ത് ഒന്ന് കൈ കൊണ്ട് സ്മാഷ് ചെയ്ത് അതിലേക്ക് കുറുക്കി ചേർക്കുക. കുറുക്കിയിട്ടല്ലടാന്ന് പറയുന്നത് സ്മാഷ് ചെയ്ത് ചേർക്കും, അതായത് പൊടിച്ച് ചേർക്കും. അങ്ങനെ തന്നെയാണ് ഉണ്ടാക്കുക കേട്ടോ. ഇപ്പോൾ ചിക്കൻ ചെയ്യുന്നുണ്ടെങ്കിലും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ആയാലും മതി. ഇതിപ്പോൾ പ്രോട്ടീൻ കയറണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. കാരണം ഇന്ന് നമുക്ക് ചെയ്യേണ്ടത് ബാക്കിനെയാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. ഇപ്പം ഞാൻ കാലത്ത് ഡെയിലി കുടിക്കാറുള്ളത് എന്താണെന്ന് കുറേ പേര് ചോദിച്ചായിരുന്നു. ഇത് നമ്മുടെ ഓട്സ് ആണ് കേട്ടോ. ഇത് ചോക്ലേറ്റ് ഫ്ലേവർ ഉള്ളതാണ്. അപ്പോൾ നമ്മൾ അതൊന്ന് ജസ്റ്റ് തലേദിവസം സോക്ക് ചെയ്ത് വെക്കും, എന്നിട്ട് അതാണ് കഴിക്കുക. ഇതിപ്പോൾ ഭാഗ്യനുള്ളതാണ് കേട്ടോ. ഭാഗ്യം കടയിലേക്ക് ഞാൻ വരുമ്പോഴേക്കും പോവും, കാരണം ഞാനൊരു 9:30 ആവും വരുമ്പോൾ. അപ്പോഴേക്കും ഭാഗ്യം പോവും. ഞാനൊരു 7:30 ആകുമ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുക ജിമ്മിലേക്ക് കേട്ടോ. അപ്പോൾ ഇത് ഭാഗ്യം കഴിച്ച് പോകുമ്പോഴേക്കും നമുക്ക് പതുക്കെ ജിമ്മിലേക്ക് ഇറങ്ങാം കേട്ടോ. 2026 ഒരുപാട് കയറ്റവും ഇറക്കവും ഒക്കെ ഉണ്ടായിരുന്നൊരു വർഷമാണെങ്കിലും ഞാനെടുത്ത തീരുമാനങ്ങളിൽ ഏറ്റവും അടിപൊളിയായിട്ടുള്ളതാണ് ജിമ്മിൽ ജോയിൻ ചെയ്യുക എന്നുള്ളത്. ഞാനൊരു ജൂൺ 3 തൊട്ടാണ് പോയി തുടങ്ങിയത്. ഇപ്പോൾ ഏകദേശം ഒരു 6 മാസം ആവാറായിട്ടുണ്ടെന്നുണ്ടെങ്കിലും ജിമ്മിൽ പോവുക, വർക്കൗട്ട് ചെയ്യുക എന്നുള്ളതിൻ്റെ ഉദ്ദേശം വെയിറ്റ് കുറയ്ക്കുക, കുറേ മസിൽ കൂട്ടുക എന്നുള്ളതൊന്നുമല്ല. ഈ മാനസിക സന്തോഷം ഉണ്ടല്ലോ, അതന്നെയാണ് കേട്ടോ. നല്ല മഞ്ഞുള്ള കാലാവസ്ഥയായിരുന്നു. ഇവിടെ നിന്ന് നമ്മുടെ ജിമ്മിലേക്ക് ഒരു 2-3 കിലോമീറ്റർ ഉണ്ടെന്ന് തോന്നുന്നു എക്സാക്റ്റ് ആയിട്ട്. അപ്പോൾ അവിടെ എത്തിയിട്ട് എല്ലാവരും ഇന്ന് കാണുമ്പോൾ നമുക്ക് ആരൊക്കെയോ നമ്മുടെ കൂടെ പരിചയമുള്ള ആൾക്കാരുണ്ട് എന്നൊക്കെ തോന്നുമ്പോൾ ഒരു പ്രത്യേക സുഖമാണ്. പിന്നെ കാലത്ത് ഞങ്ങളുടെ ജിമ്മ് ചെറിയൊരു അമ്പലം പോലെയാണ് കേട്ടോ. അമ്പലം വൈബിലാണ് ഞങ്ങൾ പാട്ടൊക്കെ വയ്ക്കുക. ഇപ്പോൾ വൃശ്ചിക മാസമായ കാരണം കൊണ്ട് മിക്കതും അയ്യപ്പ ഭക്തിഗാനങ്ങളാണ്. ആ പോകുന്ന ആളാണ് ഞങ്ങളുടെ ആശാൻ സൂരജ്. അങ്ങനെ ഭക്തിഗാനത്തോടു കൂടെ നമുക്ക് ഇന്നത്തെ ജിമ്മിലത്തെ പരിപാടികൾ ഇവിടെ ആരംഭിക്കാം. ഡാൻസ് ക്ലാസ്സോ സൂംബയോ അല്ലെങ്കിൽ ഇതുപോലെ ജിമ്മോ അങ്ങനെ എന്തോ ആവട്ടെ, 2026 തുടങ്ങുമ്പോൾ എൻ്റെ ചേച്ചിമാർ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ടൈം ഇൻവെസ്റ്റ് ചെയ്യണം കേട്ടോ. നമുക്ക് വേണ്ടിയിട്ടുള്ള ഒരു ടൈമില്ലേ, അത് ഇൻവെസ്റ്റ് ചെയ്യണം. ഈ വക കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർ അവരുടെ ലൈഫിൽ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അവർക്ക് വേണ്ടിയിട്ട് സമയം കണ്ടെത്തുന്നവർ, അവർ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും മാറ്റി വയ്ക്കുന്നുണ്ടാവില്ല. പക്ഷേ ഒരുപാട് കാര്യങ്ങൾ സഫർ ചെയ്ത് അവർക്ക് വേണ്ടി അവർ സമയം കണ്ടെത്തും. മറ്റുള്ളവരൊക്കെ അവരവരുടെ ജീവിതം ജീവിച്ചു തീർക്കും, നമ്മൾ മാത്രം അവിടെ ഒറ്റപ്പെട്ടു പോകും. അത് കാരണം കൊണ്ട് ഒരിക്കലും നമുക്ക് വേണ്ടി സമയം കണ്ടെത്താതിരിക്കരുത്. എത്രയൊക്കെ സാക്രിഫൈസ് ചെയ്തിട്ടാണെങ്കിലും എത്രയൊക്കെ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചു എന്ന് പറഞ്ഞാലും നമുക്ക് വേണ്ടിയിട്ടുള്ള സമയം നമ്മൾ കണ്ടെത്തണം. അങ്ങനെ ഞാൻ കണ്ടെത്തുന്നതാണ് എൻ്റെ ജിമ്മ്. കുറച്ച് നേരം നടക്കുന്ന ശീലമുണ്ടായിരുന്നു കേട്ടോ. ത്രെഡ്മില്ലിൽ കയറി നമ്മുടെ ഭാഗ്യം വിളിച്ചിട്ടുണ്ടായിരുന്നത് ദായി ഇരിക്കുന്ന ഊഞ്ഞാലിനെ അട്ടത്ത് കയറ്റാൻ വേണ്ടിയിട്ട് നമ്മുടെ മാക്സ് ചേട്ടൻ വന്നിട്ടുണ്ടെന്ന്. എന്നാൽ പിന്നെ മാക്സ് ചേട്ടൻ്റെ കൂടെ ജോയിൻ ചെയ്യാമെന്ന് വിചാരിച്ചു. ഭാഗ്യൻ്റെ കൂടെ ഞാൻ എന്ന് കൂടിയോ അന്ന് തൊട്ട് കാണുന്നതാണ് എൻ്റെ കൂടെ ഈ മാക്സ് ചേട്ടനെ. നമ്മുടെ വീട്ടിലത്തെ അൽത്തുകൊളുത്ത് പരിപാടികളൊക്കെ ചെയ്തിരുന്ന ഒരാളാണ് മാക്സ് ചേട്ടൻ കേട്ടോ. ഒരു നിഷ്കുവായിട്ട് മനുഷ്യൻ. മാക്സ് ചേട്ടൻ്റെ കൂടെ ഒന്ന് രാമകൃഷ്ണൻ എന്ന് പറഞ്ഞിട്ടൊരു ചേട്ടനുണ്ടായിരുന്നു. കുറേ നാളായിട്ട് എൻ്റെ ആഗ്രഹ പൂർത്തീകരണത്തിൻ്റെ ഭാഗമായിട്ട് ഒരു ഊഞ്ഞാല് മേടിച്ചിട്ടുണ്ടായിരുന്നതാണ്. നമ്മുടെ കാടൊക്കെ കണ്ട് ആസ്വദിച്ച് നമുക്ക് കുറച്ച് നേരം ചിലവിടാൻ വേണ്ടിയിട്ടാണ് ഞാനത് മേടിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിന് ഈ കാണുന്ന സ്ഥലത്ത് കൊടുക്കാനായിട്ട് ഒരാളെ കിട്ടുന്നേ ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ എനിക്ക് വേറെയും കുറച്ച് പരിപാടികളുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്
നമ്മുടെ മാക്സിയേട്ടൻ വന്നിട്ടുണ്ടായിരുന്നത്. ഇന്നത്തെ പരിപാടികളൊന്നും ഇനി നടക്കില്ല എന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ നടക്കാൻ വഴിയില്ല എന്ന് എനിക്ക് അറിയായിരുന്നു. കാരണം ഇവരെ കൂടെ തന്നെ നിൽക്കണം. പ്രൊഡക്റ്റിൻ്റെ ആവശ്യക്കാരി ഞാനായതുകൊണ്ട് ഞാൻ പറയുന്ന രീതിയിലേ ഉണ്ടാക്കി തരാമോ മാക്സിയേട്ടാന്ന് പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ മാക്സിയേട്ടനും ഞാനും കൂടിയുള്ള അങ്കാണ് നിങ്ങൾ ഇന്ന് കാണാൻ പോകുന്നത്. ഈ ഇരിക്കുന്ന സ്റ്റുഡൻറ്റ് കുറച്ച് നാൾ മുന്നേ നമ്മുടെ വീടിൻ്റെ മുമ്പിൽ കൊണ്ട് ഒരു പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ഈ സ്റ്റുഡൻറ്റിൻ്റെ ആൾക്കാർ തന്നെ വെച്ചതാണ് കേട്ടോ. പക്ഷെ അതിൽ ഞാൻ ചെരുപ്പ് വെക്കാറേ ഇല്ല. അതവിടെ ഒരു വേണ്ടാത്ത സംഭവമായിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നത്. അന്ന് എനിക്ക് ഈ വീട്ടിലെ ഏറ്റവും ഉപകാരമുള്ള ഒരു സാധനമായിട്ടുള്ളത് എന്താണ്? ഇതാണ്. ഇതിൻ്റെ ഈ ഒരു സ്ഥലമാണ് അതിന് ബുദ്ധിമുട്ടായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ഇത് മഴയും കൊള്ളും, ഇതിൻ്റെ ഉള്ളിലിരിക്കുന്ന ചെരുപ്പുകൾ പൂപ്പലടിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. വെള്ളം കയറില്ല എന്ന് പറഞ്ഞാലും ചെറിയ ഹോളിൽ കൂടെ ചെറുതായിട്ടൊക്കെ ആ ചാറ്റലടിച്ചിട്ട് നമ്മുടെ നല്ല ചെരുപ്പുകളൊക്കെ വെള്ളം തട്ടി കേടാവുമായിരുന്നു. അപ്പോൾ ഇതിനെ ഇവിടെ നിന്ന് മാറ്റി പിന്നാമ്പുറത്തേക്ക് ആക്കാനുള്ള ഒരു പരിശ്രമത്തിലാണ് കേട്ടോ ഞാനും മാക്സിയേട്ടനും പിന്നെ അരക്കണ രാമകൃഷ്ണേട്ടനും. സംഭവം വലിയ കനമൊന്നുമില്ലാത്ത കാരണം കൊണ്ട് രണ്ടാളും കൂടെ ഇവിടെ കൊണ്ടുവച്ചു. നമുക്കിവിടെയാണ് ഇതിനെ സ്ഥാപിക്കാനുള്ളത്. ഈ ഇരിക്കുന്ന ചേട്ടൻ ഇതൊക്കെ ചെയ്യുന്ന കണ്ടപ്പോഴേ ഞാൻ പതുക്കെ നമ്മുടെ അച്ഛനോർത്ത് പോയിട്ടോ. ഈ പ്രായത്തിലും ഇപ്പോൾ മാക്സിയേട്ടനോട് വെച്ചിട്ട് മാക്സിയേട്ടൻ 67 വയസ്സായിട്ടുണ്ടെന്നാണ്. ഈ ചേട്ടനുമായിട്ടുണ്ടാവും അത്ര വയസ്സ്. അവർ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യണല്ലേ, എന്തെല്ലാം കാര്യങ്ങളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവർ ചെയ്യുന്നുണ്ട്. ഞാൻ പലപ്പോഴും തൊഴിലുറപ്പിന് പോകുന്ന ചേച്ചിമാരെയൊക്കെ നോക്കുമ്പോൾ അവരെന്തൊരു ഹാപ്പി ആയിട്ടാണെന്ന് പറയുക അവരുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അവരിരുന്ന് സംസാരിച്ച് അവരുടെ ലൈഫിൽ അവർ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. നമുക്കൊന്നും പലപ്പോഴും ഈ തിരക്കിൻ്റെ ഇടയിൽ അങ്ങനെയൊന്നും ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റണില്ല എന്നുള്ള പരാതിയോട് കൂടിയിട്ടാണ് കേട്ടോ ഞാനിത് പറയുന്നത്. എന്തായാലും നമുക്ക് സംഭവങ്ങൾ ചെയ്യാനുള്ളത് നമ്മുടെ വരന്തരപ്പള്ളിയിൽ നിന്ന് ഒരു ചേട്ടൻ കൊടുത്തു വിട്ടിട്ടുണ്ട്. ഭാഗ്യം വിളിച്ചു പറഞ്ഞപ്പോൾ ആൾ കൊടുത്തു വിട്ടതാണ് കേട്ടോ. അങ്ങനെ പെട്ടെന്ന് തന്നെ എല്ലാം കൂടെ തട്ടിക്കൂട്ടി ഇതേ മാക്സിയേട്ടൻ ഞാൻ പറഞ്ഞ സ്റ്റാൻഡ് ഉണ്ടാക്കുക. നമ്മൾ ഈ ഡ്രസ്സുകളൊക്കെ ഒരുപാട് കാണിക്കുന്ന സമയത്ത് ബാക്കിൽ ഒരു സ്റ്റാൻഡ് കണ്ടിട്ടില്ലേ, ഇങ്ങനെ ഡ്രസ്സുകളൊക്കെ നമുക്ക് തൂക്കിയിടാൻ വേണ്ടിയിട്ടും ഹാങ്ങർ ചെയ്തിടാൻ വേണ്ടിയിട്ടൊക്കെ അപ്പം അത് വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനം ഞാൻ വീട് പണി കഴിഞ്ഞ സമയത്തോട്ട് ഭാഗ്യനോട് പറയണത് ഉണ്ടാക്കണമെന്ന്. മാക്സിയേട്ടനെ കിട്ടാത്ത കാരണം കൊണ്ടാണോ, അപ്പോൾ ഭാഗ്യന് അതിന് വീടിൻ്റെ ഉള്ളിൽ ഇഷ്ടമില്ലാത്ത കാരണം കൊണ്ടാണോ എന്ന് അറിഞ്ഞുകൂടാ. ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഇതേ 3-4 വർഷം പിടിച്ചു. ഇത് ഞാൻ ഉദ്ദേശിച്ച സാധനം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇതാണ് സംഭവം. ഇനി ഇതിനെ കാണുന്ന രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. പിൻട്രസ്റ്റിൽ പല ഫോട്ടോസും നമ്മുടെ മാക്സിയേട്ടന് കാണിച്ചു കൊടുത്തു. അപ്പോൾ മാക്സിയേട്ടൻ ഉണ്ടാക്കി തന്നു. പിന്നെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കഴിഞ്ഞായിരുന്നു. കുറേ നേരം എന്നോട് ഇരുന്ന് വർത്താനം പറയും, പിന്നെ കുറേ നേരം അയാളെ ഹെൽഡ് ചെയ്യും. അങ്ങനെയൊക്കെ തന്നെയാണ് ഞങ്ങൾ ചായയും കുടിച്ചുണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്കുള്ള ഭക്ഷണം ഭാഗ്യം പുറത്തുനിന്ന് വരുമ്പോൾ മേടിച്ചുകൊണ്ട് വരിക ചെയ്തത്. ഇത് അതിനെ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ യു എന്തോ ഷേപ്പിലുള്ള ബോൾ ടോമറ്റോ ആണെന്ന് പറഞ്ഞത്. അത് കട്ട് ചെയ്തിട്ട് ഓരോരോ സൈഡിൽ ഹാങ് ചെയ്തിടാൻ വേണ്ടിയിട്ടുള്ള സംഭവങ്ങൾ വെൽഡ് ചെയ്തിട്ട് പിടിപ്പിക്കണം. ഞാൻ പറയുമ്പോൾ നിങ്ങൾക്കൊന്നും മനസ്സിലാവുണ്ടാവില്ല അല്ലേ? എന്തായാലും നമുക്കത് കാണാം കേട്ടോ. നിങ്ങൾക്ക് ഇതുപോലെ പറഞ്ഞാൽ വീട്ടിലുണ്ടാക്കിയിട്ടുണ്ടെങ്കിലേ അത്യാവശ്യം നമ്മൾ നനഞ്ഞ തുണികൾ ഇടാൻ വേണ്ടിയിട്ടും മുഷിഞ്ഞ തുണികൾ ഇടാൻ വേണ്ടിയിട്ടും വീട്ടിൽ പിന്നെ ഇതുപോലെ അഴക്കിയും സാധനങ്ങളൊന്നും നമുക്ക് ഇഷ്ടമല്ല. പണ്ടോട്ടെ എപ്പോഴും കബോർഡുകൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിന് പകരമായിട്ട് കബോർഡുകളിൽ കയറ്റി വയ്ക്കുന്നതിന് പകരമായിട്ട് ചില ഡ്രസ്സുകൾ ബാക്കിൽ ഒരു നല്ല ഭംഗിയുള്ള ഒരു എസ്തെറ്റിക് ലുക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞുണ്ടാക്കിപ്പിച്ചത്. ഈ ചക്രം കൂടെ പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് വേറൊരു വൈബ് വരും കേട്ടോ. അപ്പോൾ എനിക്ക് ഉന്തിക്കൊണ്ട് നടക്കാം നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ ചുറ്റും. എന്തായാലും ഇത് പ്ലേസ് ചെയ്യാൻ ഭാഗ്യം പറഞ്ഞ പോലെ തന്നെ ഒരു സ്ഥലം വേണ്ടി വരും. എങ്കിലും നല്ല രീതിയിലൊക്കെ പെയിൻ്റ് അടിച്ച് ഒരു കുട്ടപ്പനാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ പോകുന്നിടത്തൊക്കെ എൻ്റെ പിന്നാലെ ഡ്രസ്സുകളായിട്ട് ഇവനും വന്നോളും. അപ്പോൾ നമുക്ക് മൊത്തത്തിൽ ഇവനെയൊക്കെ ഒന്ന് ഇവിടെ സെറ്റ് ചെയ്ത് പിടിപ്പിക്കാം. ഈ ഒരു ഇതിപ്പോൾ നമുക്ക് എന്തെങ്കിലും ബാഗൊക്കെ തൂക്കിയിടണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ബാഗിൻ്റെ ഹോളാണ് കാണിക്കുന്നുണ്ടെങ്കിൽ ബാഗുകൾ തൂക്കിയിടുന്നുണ്ടെങ്കിൽ, ഡ്രസ്സുകളാണെന്നുണ്ടെങ്കിൽ ഹാങ് ചെയ്തിടണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടൊക്കെ ഒരു 6 ഇതുപോലത്തെ കുളത്തുകൾ നമ്മൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന രീതിയിൽ മാക്സിയേട്ടൻ ചെയ്തു തരും. മാക്സിയേട്ടൻ ഇത് ചെയ്യുന്നത് കണ്ടപ്പോൾ എനിക്ക് തോന്നി ഒരു വെൽഡിങ് മെഷീൻ ഉണ്ടെങ്കിൽ എനിക്ക് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ എന്ന്. കാരണം ആരെന്ത് പണിയെടുക്കണ കണ്ടാലും ഞാനതിന് എനിക്കും കൂടെ ചെയ്യാൻ പറ്റൂ എന്നുള്ളതൊന്ന് ചെയ്തു നോക്കും. അവരുടെ കയ്യിൽ നിന്ന് അത് മേടിച്ച് ചിലപ്പോൾ ചെയ്തു നോക്കാറുണ്ട് കേട്ടോ. ഇന്നിപ്പോൾ തീക്കളി ആയതുകൊണ്ട് ഞാൻ അതിന് മുതിർന്നില്ല. എങ്കിലും ഈ DIY ഉണ്ടല്ലോ, അതായത് എന്തെങ്കിലും ക്രാഫ്റ്റ് ചെയ്തുണ്ടാക്കുന്ന പരിപാടികൾ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതുണ്ടാക്കി കഴിയുന്ന തുടങ്ങിയത് തൊട്ട് അവസാനം വരെ അവരെ കൂടെ നിന്നായിരുന്നു. അപ്പോൾ ഒരു ഐഡിയ നിങ്ങൾക്ക് പിടിയിട്ടിട്ടുണ്ടാവുമല്ലോ. നമ്മുടെ വീട്ടിലും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ പ്രൈമർ അടിച്ച് ഒരു ഗോൾഡൻ പെയിൻ്റൊക്കെ അടിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും കാണാൻ വേണ്ടിയിട്ട്. ഈ പറഞ്ഞ പരിപാടി ഇനി വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഇന്ന് എനിക്ക് നേരം കിട്ടിയില്ല കേട്ടോ. അപ്പോൾ ഫൈനലി എല്ലാം കൂടെ സെറ്റാക്കി ഏറ്റവും ലാസ്റ്റ് ആ ചക്രം കൂടെ പിടിപ്പിക്കുന്നുണ്ട്. ചേട്ടാ കഴിഞ്ഞ ഒരു കൊല്ലമായിട്ട് ഞാൻ എടുത്തു വെച്ചെൻ്റെ ഊഞ്ഞാൽ അങ്ങനെ അട്ടത്ത് കയറാൻ പോകുന്നേ. നമ്മുടെ നാട്ടിൽ പറയും ചെവിയിൽ മൂട്ട പോയ പോലെയെന്ന്. അതായത് എന്തെങ്കിലുമൊക്കെ പിരിപിരിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ പിരിപിരിന്നെ പറഞ്ഞതിൻ്റെ ഭാഗമായിട്ടാണ് അതേ കയറായിട്ട് ഭാഗ്യം വന്നിട്ടുള്ളത് കേട്ടോ. കയറായിട്ട് ആരാ വരാറ്? കാലനോ.
എന്തായാലും ഇപ്രാവശ്യം എൻ്റെ ഭാഗ്യനാണ് വന്നിട്ടുള്ളത്. നമുക്ക് ഇതിനെ ഈ കാണുന്ന ഹുക്കിലൂടെ താഴത്തേക്ക് ഇട്ടിട്ട് ഇതിലിങ്ങനെ സുഖമായിട്ടിരുന്ന് ആടണം. എന്നിട്ട് ആ ഒരു കട്ടൻ ചായയൊക്കെ കയ്യിലെടുത്ത് എനിക്ക് ആ കാട് ഇങ്ങനെ ആസ്വദിച്ച് കാണണം. അതാണ് എൻ്റെ ആഗ്രഹം. കുറച്ച് നാളായിട്ടുള്ള ആഗ്രഹമാണ്. ഇത് മേടിച്ച് വെച്ചിട്ട് 3-4 മാസമായി എന്നാണ് ഭാഗ്യം പറഞ്ഞിട്ടുള്ളത്. എൻ്റെ തോന്നലിൽ ഒരു 6-7 മാസം ഇതിന് ഒരു കൊല്ലമായി ഇത് അകത്തിരിക്കണം. ഒരു മൂലയിലേക്ക് ഇരിക്കും. എന്നും ശാന്തമ്മ അടിക്കാൻ വരുമ്പോൾ ഇതിനെടുത്ത് ആ മൂലയ്ക്ക് വയ്ക്കും, പിന്നെ ഈ മൂലയ്ക്ക് വയ്ക്കും. എന്നിട്ട് കഴിഞ്ഞ പ്രാവശ്യം ആൾ ചോദിക്കുകയും ചെയ്തു, മോളെ ഇതിനൊന്ന് എവിടെയെങ്കിലും സ്ഥാപിച്ചുകൂടെയെന്ന്. ഇപ്രാവശ്യം ശാന്തമാമ വരുമ്പോൾ വേണം പറയാനായിട്ട്. ഇതേ കണ്ട ഞങ്ങൾ ഇതിന് ഏറ്റവും ലാസ്റ്റ് നമ്മുടെ ഇവിടെ എത്തിച്ചു വന്ന്. ഈ ഒരു ഇറയുണ്ടല്ലോ, ഇതിന് നമ്മുടെ ബാക്കിൽ ഇറയെന്നാട്ടാ പറയാ, വരാന്ത. അത് നല്ല ഭംഗിയാ കാണാൻ വേണ്ടിയിട്ട്. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീം. എങ്ങനെയുണ്ട് ചേട്ടാ? അടിപൊളി. മറ്റേ മഴ പെയ്യുമ്പോ കാണാൻ അടിപൊളിയാവല്ലേ? ഇവിടെ നിന്ന് ഇങ്ങനെ നേരെ കാട്ടിലേക്ക് ഇങ്ങനെ നോക്കിയിരുന്നു. അങ്ങനെ നമ്മുടെ ചൂരൽ ഊഞ്ഞാലിതാ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി നമ്മുടെ ഭാഗ്യൻ്റെ റൂമിലേക്ക് ഈ തോർത്തുമുണ്ടുകളൊക്കെ ഇവരെന്താ ചെയ്യിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ തന്നെ കട്ടിലിൽ കൊണ്ടുവന്ന് ഇടലാണ് പതിവ്. അത് ഞാൻ ഹാങ്ങർ വെച്ചിട്ടുണ്ടെങ്കിലും അത് കട്ടിലിൽ തന്നെ ഇടാറ്. ഇനിയിപ്പോൾ നമ്മൾ വീടിൻ്റെ മൂലയിലൊക്കെ ഒരു ലോണ്ടറി ബാസ്ക്കറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടി ആ ലോണ്ടറി ബാസ്ക്കറ്റിൻ്റെ ചുറ്റും അവരുടെ ഡ്രസ്സ് കിടക്കുന്നുണ്ടാവും. ആ ബാസ്ക്കറ്റിൽ ഒരെണ്ണം പോലും ഉണ്ടാവില്ല. അതെന്താ അങ്ങനെ എന്നുള്ള കാര്യം ഇന്നും എനിക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ. ചിലപ്പോൾ ഇവരിങ്ങനെ എറിയുന്നതിൻ്റെ ഇടയിൽ ഉന്നം തെറ്റി താഴെ വീഴുന്നതാവാനാണ് വഴി. എന്തായാലും ഇത് ഒന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, അറ്റ്ലീസ്റ്റ് ഈ നനഞ്ഞ തോർത്തുമുണ്ട് ബെഡിലിടുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞ് വേറൊരു സ്റ്റാൻഡും കൂടെ നമ്മൾ പണിതിട്ടുണ്ട്. ഇതും ഞാൻ പെയിൻ്റ് അടിച്ചിട്ട് നാളത്തെ വ്ളോഗിൽ കാണിച്ചു തരാം കേട്ടോ. പെയിൻറ്റ് ഈ വെൽഡിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഏറ്റവും ലാസ്റ്റ് നന്നായിട്ട് ഷാർപ്പായിട്ടുള്ള ഭാഗങ്ങളൊക്കെ ഗ്രില്ല് ചെയ്തിട്ട് ഇങ്ങനെ ഗ്രൈൻഡ് ചെയ്തിട്ടൊക്കെയാണ് കേട്ടോ മാക്സ് ചേട്ടൻ പോയിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല വേറെയും കുറച്ച് അലുത്തുകൊളുത്ത് പരിപാടികൾ നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു. കുറച്ച് എന്താ പറയുക, പാച്ച് വർക്കുകൾ ഉണ്ടായിരുന്നു. നമ്മുടെ കിളിക്കൂട്ടിൽ കുറച്ച് സാധനങ്ങൾ, ചേട്ടന്മാർക്ക് ഇരിക്കാനുള്ള കുറച്ച് ഏരിയ, അവരുടെ വെട്ടുകത്തി സംഭവങ്ങൾ വെക്കാനായിട്ടുള്ള കുറച്ച് ഏരിയ, അതൊക്കെ സെലക്ട് ചെയ്യലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം മാക്സ് ചേട്ടൻ അതുപോലെ കൊല്ലത്തിൽ ഒരു വട്ടം വിളിക്കും. നമ്മൾ ഇലക്ട്രീഷ്യൻ ചേട്ടന്മാർ, ഇപ്പോൾ രാകേഷ് ചേട്ടൻ ലിബിന് ഒരു വട്ടം വിളിക്കും. പിന്നെ മാസം വരുന്നതാണല്ലോ ഇവിടെ ശാന്തമ്മയും ചേട്ടന്മാരും വീടിൻ്റെ ചുറ്റുമൊക്കെ. അപ്പോൾ ഈ മെയിൻ്റെനൻസ് എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ വലിയൊരു പരിപാടിയാണ്. അതൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഈ ഒരു ബോട്ടിൽ ഇന്ന് കാലത്ത് ജിമ്മിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ഇത് നമ്മുടെ പ്രോട്ടീൻ പൗഡറിൻ്റെയാണ് കേട്ടോ, വേ പ്രോട്ടീൻ്റെ. ഇത് ജിമ്മിൽ കുറച്ച് ദിവസമായി എത്ര ഇരിക്കണം. അപ്പോൾ ഞാൻ സൂരജിനോട് ചോദിച്ചപ്പോൾ സൂരജ് പറഞ്ഞു ചേച്ചി കൊണ്ടൊക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇവനെ ഇന്ന് എടുത്തുകൊണ്ട് വന്നതിൻ്റെ പിന്നിൽ വലിയൊരു കാരണമുണ്ട്. ഇതിനെ തിരിച്ച് ജിമ്മിക്ക് തന്നെ കൊണ്ടുപോകാനുള്ളതാണ്. പക്ഷെ ഇങ്ങനെയല്ല, വേറൊരു രീതിയിൽ നമുക്ക് ഇവനെ ഒന്ന് രൂപം മാറ്റിയെടുത്താലോ. എണ്ണ അല്ലേ, 1 2 3. അയ്യോ ഞാൻ എണ്ണയിലാണ്. എന്തായാലും നമുക്ക് നമ്മുടെ മാക്സ് ചേട്ടനെ കൊണ്ട് ഇവനൊന്ന് കട്ട് ചെയ്യിപ്പിച്ചെടുക്കണം കേട്ടോ. ഞാനിത് നമ്മുടെ കത്തിയൊക്കെ ചൂടാക്കിയിട്ട് കട്ട് ചെയ്യലാണ് പതിവ്. പക്ഷെ മാക്സ് ചേട്ടൻ ആരാ മോൻ, ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് എനിക്കിങ്ങനെ 2 എണ്ണാക്കി തന്നു. ആളിന്ന് വന്ന കാരണം കൊണ്ടാണ് ഈ പരിപാടി എന്നെ പൂർത്തീകരിച്ചത് കേട്ടോ. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനിരിക്കുന്ന നേരത്താണ് ഞാൻ ആളെ കൊണ്ട് ഈ പരിപാടി ചെയ്യിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഡ്രില്ലിംഗ് മെഷീൻ വെച്ചിട്ട് പെട്ടെന്ന് തന്നെ ആൾ തയ്യാറാക്കി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിതിനെ നമ്മളൊരു പോട്ടാക്കി എടുക്കാം. അതായത് നമ്മുടെ ഒരു പ്ലാന്റിങ് പോട്ടാക്കി എടുക്കാം. ഈ കാണുന്ന രീതിയിൽ ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഞാൻ പറയാറുണ്ടല്ലോ, എനിക്ക് DIYs എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു സാധനത്തിന് രൂപം മാറ്റിയെടുക്കലാണ് നമ്മുടെ ഏറ്റവും സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു മൊമെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തെങ്കിലും പ്രോട്ടീൻ്റെ ഭാഗം അങ്ങനെ ഇരുന്നോട്ടെ എന്നൊക്കെ ഞാൻ ചിന്തിച്ചു. പിന്നെ എൻ്റെ കല മൊത്തത്തിൽ അങ്ങോട്ട് പുറത്തെടുക്കാൻ പറ്റാത്ത കാരണം കൊണ്ട് ഞാൻ അതിനെ ഒന്ന് ഊരിക്കളഞ്ഞിട്ടുണ്ട് കേട്ടോ, അതിൻ്റെ ആ ഒരു സ്റ്റിക്കർ. എന്നിട്ട് നമുക്ക് കുറച്ച് തിന്നർ ഉപയോഗിച്ചിട്ട് ആ പശയും കൂടെ ഒന്ന് നല്ല ആഴത്തിലുള്ള പശയായിരുന്നു. എന്നാലും ഞാൻ തിന്നർ ഉപയോഗിച്ചിട്ട് അതൊന്ന് ആക്കിയെടുത്തിട്ട്, തിന്നർ ഉപയോഗിച്ചാൽ മതി ഈ പശയൊക്കെ പോവാൻ വേണ്ടിയിട്ടേ. നല്ല ഭംഗിയുള്ള പെയിൻ്റൊക്കെ അടിച്ച പോലത്തെ ഒരു ഭയങ്കര ഗ്ലേസിങ് ഉള്ള ഒരു മെറ്റീരിയലാണ് അതിൻ്റെ. ആ സ്റ്റിക്കർ ഊരി കളഞ്ഞപ്പോൾ ആ ഗ്ലേസിങ് അങ്ങനെ എടുത്ത് കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മുകളിൽ ചെടി നടാനുള്ള പോട്ടിന് 4 ഓട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നാലല്ലേ വെള്ളം അടിക്ക് പോവുള്ളൂ, അല്ലെങ്കിൽ പ്ലാന്റ് ഉറപ്പായിട്ടും നശിച്ചു പോകും. അപ്പോൾ നമുക്ക് ഈ കാണുന്ന ഈ സംഭവങ്ങൾ ഇതിന് ചുറ്റും ഒട്ടിച്ചു കൊടുക്കാം. ഇത് നമ്മുടെ നെറ്റിപ്പട്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ മേടിച്ചതാണ് കേട്ടോ. അപ്പോൾ അതിൽ കുറേ സാധനങ്ങൾ ബാക്കിയിരിക്കുന്നുണ്ട്. ഇത് എവിടെ അക്കോമഡേറ്റ് ചെയ്യുമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഒരു പോട്ട ഞാൻ അവിടെ കണ്ടത്. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിൽ ഇങ്ങനെ എന്താ പറയുക, ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ളൊരു രൂപം ഉണ്ടായിരുന്നു. അങ്ങനെ ആ രൂപത്തിലേക്ക് ആക്കിയെടുക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. വീട്ടിൽ പഠിക്കുന്ന പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു ഗ്ലൂ ഗൺ മേടിക്കുന്നത് അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ ഒരു സെറ്റ് നമ്മൾ മുകളിലും 2ാമത്തെ സെറ്റ് അടിയിലും വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ഈ ഒരു മൂടി അഴിക്കാതെ തന്നെ ഇതിനിവിടെ ഫിറ്റ് ചെയ്ത് കൊടുക്കലാണ് നമ്മുടെ പരിപാടി. ഇതിനും ഞാൻ നമ്മുടെ ആ ഒരു ഗ്ലൂ ഗൺ തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ നടുവിൽ ഒരു ഗോൾഡൻ കളർ ഇങ്ങനെ എന്തോ ഒരു കുറവ് പോലെ തോന്നിയപ്പോൾ അവിടെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ അതിനെന്താ പറയാന്നൊക്കെ അറിഞ്ഞുകൂടാ. ഇത് നമ്മുടെ മറ്റേ
മയിൽപ്പീലി കൊണ്ട് നമ്മൾ കൃഷ്ണൻ ഉണ്ടാക്കിയിട്ടുണ്ടായില്ലേ ഒരു നമ്മുടെ വിഷുവിൻ്റെ സമയത്ത്, അതിലുള്ളതാണ് കേട്ടോ. പിന്നെ അതാ ഈ പ്ലാന്റാണ് നമ്മൾ വെക്കാൻ പോകുന്നത്. എന്താ പറയുക, അഗോണി എന്തോ സംഭവം, എന്താണ് പറയുക, ആ പ്ലാന്റാണത്. അതിൻ്റെ പേര് പോലും ഞാൻ മറന്നുപോയി. അപ്പോൾ അതിൽ റെഡും ഉണ്ടായിരുന്നു, പിന്നെ ഗോൾഡും ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് നമ്മൾ വെക്കാൻ പോകുന്നത്. പിന്നെ ഞാൻ മണി പ്ലാന്റും വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പോട്ട് എങ്ങനെയുണ്ടെന്ന് പറഞ്ഞോളൂ കേട്ടോ. ഇത് ഞാനിങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ വെറുതെ ഇരിക്കുന്ന സമയങ്ങളിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഡൈവേഷണൽ തെറാപ്പി വേണമെന്ന് തോന്നില്ലേ, ആ സമയത്ത് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സാറ്റിസ്ഫൈങ് ആയിട്ടുള്ളൊരു മെത്തേഡാണ്. ഇതിന് ഈ ഒരു പോട്ട് തന്നെ വേണമെന്നില്ല, അല്ലെങ്കിൽ ഈ ഒരു സംഭവം തന്നെ വേണമെന്നില്ല. നമ്മൾ 20 ലിറ്ററിൻ്റെ ക്യാനുകൾ ഉണ്ടല്ലോ, അതിലും നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റും. പക്ഷെ നമ്മൾ പെയിൻ്റ് അടിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അത് നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും ചെയ്യാം കേട്ടോ. പണ്ടൊക്കെ ഈ പരിപാടി എപ്പോഴും നമ്മുടെ ചാനലിൽ ഉണ്ടായിരുന്നു. എനിക്ക് മേക്ക് ഓവർ പരിപാടി ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാണ്. അതന്നെ സംഭവം. അപ്പോൾ ഞാൻ അതിനെ ഒരു രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിലേക്ക് എപ്പോഴും മാറ്റിക്കൊണ്ടേയിരിക്കും. പിന്നെ നമ്മുടെ മണി പ്ലാന്റ് ഒന്ന് ബുഷിയായിട്ട് വളർന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് അതും കൂടെ നട്ടു കൊടുത്തിട്ടുണ്ട് പാത്തോസ്. അപ്പോൾ ഫൈനലി ഈ കാണുന്ന രൂപത്തിലായിട്ടുണ്ട്. ഇതിന് ഞാൻ ഇങ്ങനെ തന്നെ ജിമ്മിൽ കൊണ്ട് വയ്ക്കാനാണ് പരിപാടി കേട്ടോ. നമ്മുടെ വീട്ടിൽ ഇതിനിങ്ങനെ ഒറ്റയ്ക്ക് വയ്ക്കാനായിട്ടുള്ള സ്പേസ് ഇല്ല. പിന്നെ ഇത് ഇൻഡോർ പ്ലാന്റ് ആയ കാരണം അകത്തിരിക്കുന്നത് നല്ലത്. ഞങ്ങളുടെ ജിമ്മിലാണെങ്കിൽ കുറച്ച് ഉണങ്ങിയ പാത്രത്തിൽ ഉണങ്ങിയ ചെടികൾ വെറുതെ കപ്പിലിട്ട് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് അവിടെ കൊണ്ടുപോകുമ്പോൾ ചേട്ടന്മാർ വെയിൽ കാണിക്കുകയൊക്കെ ചെയ്തോളും. അവർക്ക് ചെടികളെക്കാളും നമ്മൾ നോക്കുന്നതിനേക്കാളും നല്ല രീതിയിൽ അവർ മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട് ജിമ്മും ചെടികളൊക്കെ. അപ്പോൾ നമുക്കിത് അങ്ങനെ തന്നെ അവിടെ കൊണ്ടുവയ്ക്കാം അല്ലേ. ഇതെങ്ങനെയുണ്ടെന്ന് പറ, അടിപൊളിയായിട്ടുണ്ടോ? ഇന്നെനിക്ക് കുക്കിംഗ് പരിപാടികളൊന്നും ഉണ്ടായില്ല കേട്ടോ. കാരണം ഉച്ചയ്ക്ക് ചേട്ടൻ ഫുഡ് മേടിച്ചുകൊണ്ട് വന്നു. മാക്സി ചേട്ടനും മറ്റേ ചേട്ടനും ഫുഡ് മേടിച്ചുകൊണ്ട് വന്നു. അപ്പോൾ എനിക്കൊരു പാക്കറ്റ് ഫുഡ്, ഒരു പൊതിച്ചോറ് മേടിച്ചുകൊണ്ട് വന്നു. അത് ഞാൻ കഴിച്ചു. അങ്ങനെ ചെടികളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴേക്കും ഏകദേശം വൈകുന്നേരം ആയിട്ടുണ്ടായിരുന്നു, സന്ധ്യ ആയിട്ടുണ്ടായിരുന്നു. ശ്രീകുട്ടനെ ട്യൂഷൻ ക്ലാസ്സിലേക്ക് വിട്ടിട്ട് പിന്നെ ഞാൻ ഇവിടെ ഒന്ന് ഒതുക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഇപ്പോഴാണ് കേട്ടോ അതിലൊന്ന് ഇരിക്കണത്. ഞാനൊരു കുഷ്യനൊക്കെ ഉണ്ടാക്കിയിട്ട് ഇരിക്കാമെന്നൊക്കെ വിചാരിച്ചത്. പക്ഷേ എനിക്കങ്ങോട്ട് മുട്ടിയിട്ട് വയ്യ അതിലങ്ങോട്ട് ഇരിക്കാനായിട്ട്. ഇതുപോലെ കിളികളുടെ ശബ്ദമൊക്കെ കേട്ടിട്ട് ഇങ്ങനെ ഇരുന്ന് ആടണം. കാടിൻ്റെ അപ്പുറത്ത് എന്താണെന്ന് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്ന് ആടണം. അതാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ നമുക്കിനി നമ്മുടെ ഈ ഷൂഡൻ നന്നായിട്ടൊന്ന് വൃത്തിയാക്കി എടുക്കാം. ഈ അഫിലിയേഷന് മേടിക്കുന്ന പ്രൊഡക്റ്റുകളായിട്ടും പിന്നെ നമ്മൾക്ക് ഓരോ പ്രോഗ്രാമിന് പോകുമ്പോൾ ഓരോ രീതിയിലുള്ള, ഞാൻ പിന്നെ നല്ല ഹൈറ്റായ കാരണം കൊണ്ട് എനിക്ക് ചെരുപ്പുകൾ പല രീതിയിലുള്ളതും പല ഹൈറ്റിലുള്ളതും വേണം. അപ്പോൾ ഒരുപാടുണ്ടായിരുന്നു കളക്ഷൻസ് കയ്യിൽ. കുറേയൊക്കെ കേടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ കളഞ്ഞിട്ട് നല്ലത് മാത്രം ഇതിൻ്റെ ഉള്ളിൽ വെക്കാം എന്നാണ് വിചാരിക്കുന്നത്. ഇതിങ്ങനെ നന്നായിട്ട് ക്ലീൻ ആയിട്ട് ഇരിക്കുകയും ചെയ്തോളും. മഴയും കൊള്ളില്ല, പല്ലി പാറ്റ വക സംഭവങ്ങൾ കയറില്ല. ചെരുപ്പിൻ്റെ ഉള്ളിലത്തെ ലെതറും കാര്യങ്ങളും ഒക്കെ എക്സാക്റ്റ്ലി അതുപോലെ തന്നെ ഇരിക്കുകയും ചെയ്തോളും. ഞാനിങ്ങനെ ശ്വാസം എടുക്കുന്ന ശബ്ദം കേൾക്കുന്നുണ്ടല്ലേ, എനിക്കത് ഒന്നും ചെയ്യാൻ പറ്റണില്ല കേട്ടോ. എന്തുകൊണ്ടാണെന്ന് അറിഞ്ഞുകൂടാ. കുറച്ച് നാളായിട്ട് ഈ ബ്രീത്തിങ് ഡിഫിക്കൽട്ടി ഉള്ളതാണ്. അപ്പോൾ ജിമ്മിനൊക്കെ പോയി അതൊക്കെ കുറയുമെന്ന് പ്രതീക്ഷിക്കണം. പണ്ടത്തേക്കാളും നല്ല കുറവുണ്ട്. ഞാനിങ്ങനെ പിടിച്ച് സംസാരിക്കുന്ന കാരണം കൊണ്ടാവും. കുറേ പേര് കമൻറ്റ് ബോക്സിൽ ഇത് എഴുതി അറിയിച്ചായിരുന്നു, ശ്രീ വീസിങ് ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും നമുക്ക് ഇവിടെ ഒന്ന് വൃത്തിയാക്കാം കേട്ടോ. ഇപ്പം എൻ്റെ മൂക്കും കുത്തി നിലത്ത് വീണതന്നെ. നമ്മുടെ ഈ ഒരു കോണിയേണി എന്താണെന്നറിയില്ല, ഇത് നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ. അതുപോലെ ഫൈനലി നമ്മുടെ ഉണ്ടാക്കിയ പ്രൊഡക്റ്റാണ് 2 ഇവിടെ ഇരിക്കുന്നത്. അതിൽ ഒരെണ്ണത്തിന് മാത്രമേ വീല് വെച്ചിട്ടുള്ളൂ കേട്ടോ. മറ്റേത് ജസ്റ്റ് നമുക്കിങ്ങനെ ഹാങ് ചെയ്ത് ഇടാൻ വേണ്ടിയിട്ടല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ ഒന്ന് വൃത്തിയാക്കിയിടാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു സ്പേസ് എന്ന് പറയുന്നത് നല്ല ഭംഗിയെ കാണാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ടൈലും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല വീതിയുള്ള ഒരു അറയും കൂടിയാണ് കേട്ടോ. ഇത് ഇരുമ്പിൻ്റെ പഴയ ഒരു ചെരുപ്പ് സ്റ്റാൻഡാണ്. നമ്മളിത് കടയിൽ എന്തോ ആവശ്യത്തിന് വേണ്ടി ബാക്കി ഉണ്ടാക്കിപ്പിച്ചത്. അത് പിന്നെ നമ്മൾ തലൂർ വീട്ടിലേക്ക് കൊണ്ടുവന്നു. തലൂർ വീട്ടിൽ നിന്ന് നമ്മൾ പിന്നെ ഞാനിവിടെ ചെരുപ്പിൻ്റെ സ്റ്റാൻഡ് ബാക്കിലാന്ന് പറഞ്ഞപ്പോൾ അത് ഇവിടെ കൊണ്ട് വയ്ക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് നമുക്കിനി വേറെ എന്തെങ്കിലും കാര്യത്തിന് ഉപയോഗിക്കാം. അപ്പോൾ ഇവിടേക്ക് ഒന്ന് നന്നായിട്ട് വൃത്തിയാക്കി എടുക്കാം. പിന്നെ ഇതിനോട് ചേർന്ന് തന്നെയാണ് ചെടികൾ നിൽക്കുന്നത്. ആ ചെടികളൊന്ന് വെട്ടിക്കൂട്ടി സെറ്റാക്കി എടുക്കണം. കാരണം അല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ കാടിൻ്റെ വശമായ കാരണം കൊണ്ട് ചിലപ്പോൾ പാമ്പാ പഴുതാരിയൊക്കെ വന്ന് നിന്നാലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ചൊക്കെ അവിടെ നിന്ന് അങ്ങനെ വെട്ടി കളഞ്ഞു. എന്നാലും ഈ ചെടീനെ മൊത്തത്തിൽ അങ്ങോട്ട് മാറ്റി കളയാനൊന്നും എനിക്ക് പറ്റില്ല. വേണമെങ്കിൽ ഊഞ്ഞാലാട്ടം നിർത്താം, പക്ഷേ ചെടികളൊന്നും ചെയ്യില്ല. എന്തായാലും കുറച്ച് ചെടികളുടെ ആ ഭാഗങ്ങളൊക്കെ വെട്ടി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇന്നത്തെ പരിപാടികളൊക്കെ തീർന്നു കേട്ടോ. ഞാൻ വിചാരിക്കാണ്ട് നടന്ന കുറച്ച് സംഭവങ്ങളാണിത്. ഊഞ്ഞാൽ കെട്ടലും കുറേ നാളായിട്ട് ആഗ്രഹിച്ചതാണ് ഇതുപോലത്തെ ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കണം എന്നുള്ളതും.
പിന്നെ നമ്മുടെ ഷൂഡനെ ഇപ്പുറത്ത് കൊണ്ട് വെക്കണം എന്നുള്ളതും. ഇന്നത്തെ ദിവസം ഇങ്ങനെ അങ്ങോട്ട് കഴിഞ്ഞു. ഒരുപാട് സന്തോഷം തോന്നി വൈകുന്നേരം കിടന്നുറങ്ങുമ്പോൾ. പക്ഷേ ഒരു പരിപാടിയും വീടിൻ്റെ ഉള്ളിലത്തെ കഴിഞ്ഞിട്ടില്ല. ഇനി പെയിൻ്റ് അടിക്കലും ബാക്കി പരിപാടികളൊക്കെ അവിടെ കിടക്കാണ്. ഇതിൻ്റെ അപ്പുറത്തെ സൈഡിൽ ഇതാ അതുപോലത്തെ തയ്യൽ മെഷീൻ കൊണ്ടിട്ട് തന്നിട്ടുണ്ട് കേട്ടോ ഏട്ടായി. അപ്പോൾ ഏട്ടായിയുടെ അടുത്താണ് എല്ലാം കൊണ്ടു കൊടുക്കുക, ചേച്ചിയുടെ അടുത്തും ഈ ആൾട്ടർനേഷൻ പരിപാടികൾക്കൊക്കെ. അപ്പോൾ അത് തന്നെ ചെയ്യാൻ പറ്റുന്ന പരിപാടികൾ ഞാൻ ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ട് ഏട്ടായി കൊണ്ടിട്ട് തന്നതാണ്. അതുമായി തന്നെയാണ് ഇപ്പോൾ ഞാൻ തന്നെ ചെയ്യാറുണ്ട് കേട്ടോ ഒരുവിധം പരിപാടികളൊക്കെ. അത് കഴിഞ്ഞ് ഇന്നത്തെ ദിവസം ഇതുപോലെയൊക്കെ അങ്ങോട്ട് കഴിഞ്ഞു. നാളെ പെയിൻ്റ് അടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകണം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ നാളെ ഓടി വരാം. അപ്പോൾ നാളെ എല്ലാവരും വോട്ട് ചെയ്യാൻ പോകല്ലേ? ഞങ്ങളുടെ ഇവിടെ വോട്ട് നാളെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വോട്ട് ചെയ്യുക, നിങ്ങളുടെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഇതിൽ നല്ല വിശേഷങ്ങളായിട്ട് വീണ്ടും കാണാം. ഇന്നത്തെ വ്ളോഗിൻ്റെ അഭിപ്രായങ്ങളും ഇനിയുള്ള വ്ളോഗിൽ എങ്ങനെ ഉൾക്കൊള്ളിപ്പിക്കണം വിശേഷങ്ങൾ എന്നുള്ളതൊക്കെ കമൻ്റായിട്ട് ഇങ്ങോട്ട് പോരട്ടെ. പിന്നെ ബാക്കിയുള്ള നിങ്ങളുടെ സജഷൻസും നിർദ്ദേശങ്ങളും ഒക്കെ പോരട്ടെ. സ്നേഹപൂർവ്വം, ശ്രീജ.